നമ്മൾ ഈ കാണുന്നത് മൂന്നാറോ വാഗമണ്ണോ ഒന്നുമല്ല. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ, അതായത് കൊല്ലം ജില്ലയിലെ തന്നെ ഒരേ ഒരു തേയിലത്തോട്ടമായ അമ്പനാട് ടീ എസ്റ്റേറ്റ് ആണ്. കൊല്ലം ജില്ലയുടെ വാഗമൺ എന്നും മിനി മൂന്നാർ എന്നും ഒക്കെ അറിയപ്പെടുന്ന അമ്പനാട് ടീ എസ്റ്റേറ്റിന്റെ കുറച്ച് കഥകൾ കേട്ടാലോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ഈ എസ്റ്റേറ്റ് നിലവിൽ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. അച്ചൻകോവിൽ വനമേഖലയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വന്യമായ ഒരു ഭംഗിയും ഈ പ്രദേശങ്ങൾക്കൊക്കെയുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകാറുണ്ട്. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരാൽ പണിഞ്ഞതാണ് ഈ തേയിലത്തോട്ടം. 1800-കളിലാണ് ഇവിടെ ഗ്രാമ്പൂവിന്റെ കൃഷിയും തുടങ്ങിയത്. നിലവിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമ്പൂ തോട്ടങ്ങളിൽ ഒന്നാണ് അമ്പനാട് ടീ എസ്റ്റേറ്റ്. തേയിലയ്ക്കും ഗ്രാമ്പൂവിനും പുറമെ ജാതിയും കൊക്കോയും ഓറഞ്ചും മറ്റ് ഹൈറേഞ്ച് വിളകളും ഒക്കെ ഇവിടെയുണ്ട്. വരുന്ന വഴികളിലായി പഴമയുടെ കാഴ്ചകളും തൊഴിലാളികളുടെ ലയങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. യാത്ര ചെന്നെത്തുന്നത് അടഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ്. സ്വകാര്യ എസ്റ്റേറ്റ് ആയതിനാൽ പെർമിഷനും എൻട്രി ഫീയും ഒക്കെ നൽകേണ്ടി. വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് എൻട്രി ഫീ ഈടാക്കുന്നത്. വരുന്ന വഴിയിലായി തമിഴ് സംസ്കാരത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി കോവിലുകളും കാണാൻ സാധിക്കും. ചിലർക്ക് ഈ സ്ഥലത്ത് ഒന്നുമില്ല എന്നൊരു തോന്നലും വരും, ചിലർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എസ്റ്റേറ്റിനും പരിസര പ്രദേശത്തുമായി ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും. അമ്പനാട് എസ്റ്റേറ്റിനുള്ളിലൂടെയുള്ള KSRTC യാത്രയും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഞങ്ങൾക്ക് തന്നത്.